ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗംഗാചാരി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. യെസ്, പടം ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കാതെ ഒരു ആവറേജ് ഫിലിം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് പോയ ഒരു സിനിമയാണ്. പക്ഷെ ഒട്ടും നിരാശപ്പെടുത്തില്ല. പടം നല്ലൊരു പടമായിരുന്നു. നമ്മളെ നിരാശപ്പെടുത്താതെ ഒരു എല്ലാം ചേർന്ന ഒരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റും കൂടി ചേർന്ന ഒരു പടം തന്നെയാണ് ഗംഗാചാരി. പടം ഡയറക്റ്റഡ് ബൈ അരുൺ ചന്തു. പുള്ളിക്കാരൻ്റെ മുന്നത്തെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സായാഹ്ന വാർത്തകൾ ധ്യാൻ ശ്രീനിവാസൻ്റെ, പിന്നെ സാജൻ ബേക്കറി, പുള്ളിക്കാരൻ്റെ മുന്നത്തെ പടങ്ങൾ. ഓക്കെ, രണ്ടും സാജൻ ബേക്കറി പിന്നെയും കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം, സായാഹ്ന വാർത്തയേക്കാളും. പക്ഷേ ഇത് ഭയങ്കര വേർത്തിറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ റിട്ടേൺ ബൈ സെയിം അരുൺ ചന്തു ആൻഡ് ശിവൻ സായി. പിന്നെ ക്യാമറ വർക്ക് സുർജിത് ഭായ്. ക്യാമറ വർക്ക് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ലാത്ത ക്യാമറ വർക്കായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിലത്തെ വിഷ്വൽ എഫക്റ്റ് ആണ് കേട്ടോ. അത് ഒരു രക്ഷയില്ല, അടിപൊളി വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു ബൈ വിനീഷ് നകുലൻ. കാരണം നമുക്ക് ആ ഒരു കുറച്ചൊക്കെ നമുക്ക് അവഞ്ചേഴ്സ് ഒക്കെ ആസ്ഗാർഡും പിന്നെ ഇൻഫിനിറ്റി വാറിലൊക്കെ ഒരു സംഭവമൊക്കെ നമുക്ക് കണ്ടവർക്കത് മനസ്സിലാവും. പക്ഷെ എങ്കിലും VFX നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോശം പറയാനില്ല, പക്ഷെ കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പറയാൻ പറ്റുന്ന നല്ലൊരു VFX വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയുന്നത് മെയിൻ കാസ്റ്റിനെടുത്ത് പറഞ്ഞ പ്രത്യേകിച്ച് ഓർത്ത് പറയാനുള്ളത് ഗണേഷ് കുമാറാണ്. എൻ്റെ അമ്മ അടിക്കണ കൗണ്ടർ എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. അത് സത്യം, പുള്ളി അങ്ങനെ അടിക്കണ ആ ഡയലോഗും ആ ഒരു കോമഡിയും എല്ലാം നല്ല അസോൾട്ടായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ഒക്കെ ആ ഒരു കോമഡി സീൻസ് ഒക്കെ സെറ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ആക്ച്വലി. പിന്നെ അജു വർഗീസ് പറയണ്ട, അജു വർഗീസ് ഒക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് ആക്ച്വലി. ഈ പടം ഇതിന്റെ പ്രീമിയർ 2 ഷോ കഴിഞ്ഞതാണ്, ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെ പോലും ഒരു 4-5 വർഷങ്ങളൊക്കെ ആവുകയാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ഒരു 4 വർഷവും 3 വർഷമൊക്കെ ആവും. കാരണം നമുക്ക് അവിടെയൊക്കെ സൈസ് ഉണ്ടായിരുന്നു. കാരണം അജു വർഗീസിന്റെ ആ സൈസാണ് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതിനകത്ത്. കാരണം അജു വർഗീസ് അതിനകത്ത് നല്ല തട്ടത്തിൽ മറയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ലുക്കിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്, അത്ര സൈസൊന്നും ഇല്ലാതെ. അപ്പം എനിക്ക് തോന്നുന്നത് കുറേ നാളായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എന്തുകൊണ്ട് ഡിലേ ആയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡിലേ ആയെങ്കിൽ പോലും വെർത്തായിരുന്നു കേട്ടോ. ഞാനൊരു ചെറിയൊരു പ്ലോട്ട് പറയാം. സംഭവം വെച്ചാൽ 2030 ശേഷം നടക്കുന്ന സംഭവം, ഇവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ നല്ല ഫുൾ ഫണ്ണായിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അനാർക്കലി മരയ്ക്കാറ് കുഴപ്പമില്ല, പുള്ളിക്കാർ ഡിസപ്പോയിൻഡ് ആക്കിയില്ല. അതും നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. ആക്ഷൻ സീക്വൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആക്ഷൻ സീക്വൻസ് ഇരിക്കുന്നത് ഫീനിക്സ് പ്രഭുവാണ്, നമ്മുടെ ടെർബോല ആക്ഷൻ സീക്വൻസ് ആണ്. പക്ഷെ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഫണ്ണി സീൻസിലും എന്റർടൈൻമെന്റിലും ബാക്കി എല്ലാത്തിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഓൾമോസ്റ്റ് പടം നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഒന്നും മോശം പറയാനില്ല, നല്ലൊരു പടം തന്നെയായിരുന്നു. പിന്നെ മ്യൂസിക് ബൈ ശങ്കർ ശർമ്മ. മ്യൂസിക് ഓക്കെ, ഫൈൻ. BGM സ്കോർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല BGM സ്കോർ ആയിരുന്നു. പിന്നെ ഓക്കെ, ബാക്കി പാട്ടെന്ന് പറഞ്ഞാൽ പക്ഷെ പാടുണ്ട്. പിന്നെ കുറെ നൊസ്റ്റാൾജിയ റാപ്പൊക്കെ വെച്ച് അടിച്ച് കലക്കിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് ആക്ച്വലി. അവിടെ വർക്കൗട്ട് ഉണ്ട്, അങ്ങനെ ഫുള്ളി വർക്കൗട്ട് അല്ല, അവിടെ കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ എടുത്തു വീണ്ടും ഞാൻ പറയുന്നത് ഗണേഷ് കുമാർ തന്നെയാണ്. അയ്യോ, അങ്ങേരാണ് ആക്ച്വലി പടത്തിനെ താങ്ങി നിർത്തിയത്. ഗണേഷ് കുമാറിന്റെ ആ ഒരു സീൻസൊക്കെ തന്നെയാണ്. എല്ലാവരും കൊള്ളായിരുന്നു, മോശം പറയല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ്, ബട്ട് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ അടിപൊളി, നല്ല ഭംഗിയായിരുന്നു. സൗണ്ട് എഫക്ട്സിനൊക്കെ നല്ല വർക്ക് ഇട്ടുണ്ട് അവർ. VFXും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ, ബൈ.